മാർക്സിസ്റ്റ് ഐഡിയോളജി എസ്പെഷ്യലി തേർഡ് വോളിയം ഓഫ് ദാസ് ക്യാപിറ്റൽ ആണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇലോൺ മസ്ക് എത്ര വലിയ സാധനം ഉണ്ടാക്കിയാലും അയാൾ അതിന് കൊടുത്ത കൂലിയല്ല, അതിനുവേണ്ടി വന്ന ചിലവാണ് അല്ലേ? എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിശ്ചിത മൂലധനം, ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പം അത് തുടങ്ങാതിരിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ചൈനക്കാർ തുടങ്ങി. അപ്പം യഥാർത്ഥ ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ക്രൈസിസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. അത് എങ്ങനെ പൊളിറ്റിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, എങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി റെവല്യൂഷൻ, അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അവർ തമ്മിലുള്ള കൊള്ളക്കൊടുക്കലുകൾ എന്താണ്? അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യും തോറും ഇതിനെ പുതിയ പുതിയ സാധനങ്ങളായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കും. അല്ല, ഡീപ് സൈക്ക് ചെയ്ത് അതാണ് ഇതിൻ്റെ എനർജി കോസ്റ്റും ഇതിൻ്റെ ടെക്നിക്കൽ കോസ്റ്റും 6-1, 8-1 ഒക്കെ ആയിട്ട് കുറച്ചു. അതെ. അപ്പോൾ അവർക്ക് അതിനൊരു ചിലവുണ്ട്. പക്ഷേ പുതിയൊരു സാധനം വന്നു. ആ പുതിയ സാധനം പഴയ സാധനത്തിനെ തിരസ്കരിക്കുന്നത്. സത്യത്തിൽ ഇവരിപ്പം ചാറ്റ് ജിപിടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം ഓൾമോസ്റ്റ് റിഡണ്ടൻ്റ് ആകുന്ന വിധത്തിലേക്ക്. എക്സാക്ട്ലി. $6000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ് സീക്കിൻ്റെ ഒരു ഫുൾ മോഡ്യൂൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ എൻ്റർപ്രൈസിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേസമയത്ത് ചാറ്റ് ജിപിടി ഒക്കെ ആകുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ റൺ ഇൻ ടു millions of dollars എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടെക്നോളജി ഭയങ്കര ആക്സസിബിൾ ആക്കുന്ന വേറൊരു പ്രവർത്തനം അതിൻ്റെ കൂടെ ഒപ്പം നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അമേരിക്കയിൽ ചില കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് നിപ്പിൽ പൊടിഞ്ഞു പോയത്. ഇത് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് ഈ ക്രൈസിസ്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ശാശ്വതമല്ല. അതെപ്പോഴും ക്രൈസിസുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പോകാനുള്ള ഒരു സ്പേസും അതിന് കളിക്കാനുള്ള സ്ഥലവുമുണ്ട്. അതുണ്ടാക്കുന്നുമുണ്ട്. ക്രൈസിസിൽ അതൊരിക്കലും മുങ്ങിപ്പോയിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ 10,000 പേർക്ക് നിൽക്കാവുന്ന ഒരു ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ നമ്മളൊരു കടപ്പുറത്ത് കുട്ടികൾ വോളിബോൾ കളിക്കാമെന്ന് വിചാരിക്കുക. എത്ര വോളിബോൾ ഗ്രൗണ്ട് വേണമെങ്കിൽ ഉണ്ട് അവിടെ അല്ലേ? പക്ഷേ ഒരു സ്കൂൾ മുറ്റത്തെ വോളിബോൾ ഗ്രൗണ്ടിൽ 5-10 ആൾക്കേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ക്യാപിറ്റലിസ്റ്റ് സാധ്യതകൾ. ആ സാധ്യതകൾ ഉള്ളത് കൊണ്ട് നമുക്കത് ഇപ്പം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ക്യാപിറ്റലിസം ഇന്നെവിറ്റബിൾ അല്ല എന്ന് വരും എന്നുള്ളതാണല്ലോ ഈ ഐഡിയോളജിയുടെ അന്തസത്ത. ഇതിന് ക്യാപിറ്റലിസം ഒന്നും അല്ല പ്രധാനം, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ല. ഇത് നമുക്ക് സ്വതന്ത്രമായിട്ട് ആളുകളെ സ്വതന്ത്രരാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാ നേട്ടങ്ങളും അവരാണ് ഓൺ ചെയ്യുന്നത്. എലോൺ മസ്ക് ഒരു 2 ചോപ്സ്റ്റിക്സിൻ്റെ മുകളിലേക്ക് ഈ റോക്കറ്റിനെ കൂടെ ഒന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ അതിൽ എഞ്ചിനീയർമാരുടെ അധ്വാനമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പനിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറേ നാൾ കഴിയുമ്പോൾ എങ്ങനെയാണോ ജന്മിമാർ കൃഷിയിൽ ആവശ്യമില്ലാതായത്, അതുപോലെ ഈ മുതലാളിമാരും അത്ര അത്യാവശ്യമൊന്നുമില്ല. അതാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി ഞാൻ മനസ്സിലാക്കുന്നത്.